ജ്യൂസിൽ മദ്യം കലർത്തി യുവതിയെ പീഡിപ്പിച്ച് നഗ്നചിത്രം പകർത്തിയ കേസിൽ അറസ്റ്റിലായ വടകര സ്വദേശി മുഹമ്മദ് ജാസ്മിനെതിരെ പോക്സോ കേസ് ചുമത്തി. നഗ്നചിത്രം യുവതിയുടെ മകന് പ്രതി അയച്ചു കൊടുത്തിരുന്നു. മകന്റെ പരാതിയിൽ പയ്യന്നൂർ പോലീസ് മുഹമ്മദ് ജാസ്മിനെ അറസ്റ്റ് ചെയ്തു. മുഹമ്മദ് ജാസ്മിൻ കൂടുതൽ യുവതികളെ പീഡനത്തിന് ഇരയാക്കിയെന്ന് പോലീസ്. അക്ഷയ് മോഹൻ വിവരങ്ങൾ നൽകും. അക്ഷയ്, പ്രതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തൊക്കെ വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നുണ്ട്? എങ്ങനെയാണ് തുടർ നടപടികൾ? ജെയിംസ്, കഴിഞ്ഞ ദിവസമാണ് ഈ മുഹമ്മദ് ജാസ്മിനെ നേരത്തെ യുവതി നൽകിയ പരാതിയിൽ ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തത്. കരിപ്പൂർ വിമാനത്താവളം വഴി ഗൾഫിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് പിടികൂടുന്നത്. ഈ യുവതിയുമായി പരിചയപ്പെടുന്ന ഇൻസ്റ്റഗ്രാം വഴിയാണ്. ആ പരിചയം മുതലെടുത്തിയാൽ വീട്ടിലെത്തി യുവതിക്കൊപ്പം താമസിച്ചു. ഒടുവിൽ ജ്യൂസിൽ മദ്യം കലർത്തി നൽകി നഗ്ന ഫോട്ടോകൾ എടുത്തുവെന്നായിരുന്നു യുവതിയുടെ പരാതി. ഈ ഒരു വാർത്ത കണ്ട സമയത്ത് വെറും പുച്ഛം മാത്രമാണ് ഈ സ്ത്രീയോട് തോന്നിയെന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, പല കേസുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും സ്ത്രീകൾക്ക് കിട്ടുന്ന പ്രിവിലേജസ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് അമിതമായിട്ട് അല്ലെങ്കിൽ വളച്ചൊടിച്ച് ഉപയോഗിക്കുന്ന സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനൊരു ഉദാഹരണമായിട്ടാണ് ഈ ഒരു കേസ് എനിക്ക് തോന്നിയെന്ന് പറയുന്നത്. കാരണം അവർ കൊടുത്തിരിക്കുന്ന പരാതി എന്ന് പറയുന്നത്, ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവാവ് തൻ്റെ വീട്ടിൽ വന്ന് 4 ദിവസം താമസിക്കുന്നു. താൻ അറിയാതെ തനിക്ക് തന്ന ജ്യൂസിൽ എന്തോ ഉറക്ക ഗുളിയോ മറ്റെന്തോ കലർത്തിയിട്ട് തന്നെ പീഡിപ്പിച്ച് ആ പീഡന ദൃശ്യങ്ങളൊക്കെ പകർത്തുന്നു. അതിനുശേഷം അത് ഉപയോഗിച്ച് പലവട്ടമായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ വാങ്ങിക്കുന്നു. ഇത് ഒരു കേസ്. ഇനി മറ്റൊരു കേസ് എന്ന് പറയുന്നത്, ഈ യുവതിയുടെ മകൻ പിതാവുമൊത്ത് ഗൾഫിലാണ്, വിദേശത്താണ് പഠിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പം ആ കുഞ്ഞിന് ഇവൻ ഈ ദൃശ്യങ്ങൾ, മാതാവുമായിട്ടുള്ള ഈ ഒരു പീഡന ദൃശ്യങ്ങൾ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ അയച്ചു കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് മാനസികമായിട്ട് തകർന്ന ആ കുഞ്ഞ് പഠിത്തവും ബാക്കി കാര്യങ്ങളൊക്കെ പ്രശ്നത്തിലാണ്. ആ കുഞ്ഞിൻ്റെ പരാതി അത് പോക്സോ കേസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ 2 കേസുകളാണുള്ളത്. ഇതിൽ രണ്ടാമത്തെ കേസ്, ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ആലോചിക്കുന്ന സമയത്ത്. പക്ഷേ ഈ സ്ത്രീയുടെ കേസ് എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊരിക്കലും അവൻ ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറിയിലേക്ക് ഇവളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ഇവളുടെ വീട്ടിൽ വന്നിട്ട് അടിച്ചോ കെട്ടിയിട്ടോ ചാക്കിൽ കെട്ടിയിട്ടോ എടുത്തുകൊണ്ട് പോയി അവൻ നിൽക്കുന്ന ഒരു ഹോട്ടൽ മുറിയിൽ ഇട്ട് പീഡിപ്പിച്ചതല്ലെന്ന് പറയുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കണക്ക് വീട് അതിക്രമിച്ച് കയറി കുത്തി തുറന്ന് കയറി പീഡിപ്പിച്ചതൊന്നുമല്ല. 4 ദിവസം അവൻ അവളുടെ വീട്ടിലുണ്ടായിരുന്നു. അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു ബന്ധമാണെന്നുണ്ടെങ്കിൽ ഒരു അന്യപുരുഷനാണ്, ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരു യുവാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് പോലീസിൽ പരാതി കൊടുക്കാൻ ഗഡ്സ് കാണിച്ച ആൾക്ക് ഫോണുണ്ട്, ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. അന്ന് തൻ്റെ ഇഷ്ടപ്രകാരമല്ലായിരുന്നു ഒരു യുവാവ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പരിചയമില്ലാത്ത ഒരു യുവാവിനെ വീട്ടിൽ വരിച്ച് 4 ദിവസം താമസിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? ഈ പറയുന്ന കണക്ക് ചെസ്സ് കളിക്കാൻ വിളിച്ചതോ, അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും പൂജ ചെയ്യാനോ, അതല്ലെങ്കിൽ യുവാവിന് എന്തെങ്കിലും രുചിയേറിയ ആഹാര വിഭവങ്ങൾ പാചകം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ വലിയ സതുദ്ദേശത്തോടെ വിളിച്ചു വരുത്തിയല്ലെന്നുള്ളത് ഏത് അരിയാഹാരം കഴിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പം എന്താണ് ഉദ്ദേശശുദ്ധി എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം നമ്മുടെ കോടതി തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഉഭയകക്ഷി സമ്മതപ്രകാരം നടത്തുന്ന ഇത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക് ഒരിക്കലും പിന്നീട് കേസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള യാതൊരു തരത്തിലുള്ള ലീഗൽ വശങ്ങളും നമ്മുടെ നാട്ടിലില്ല. അത് കോടതി തന്നെ സമ്മതിച്ചു തന്നൊരു കാര്യമാണ്. ഇഷ്ടപ്രകാരമല്ലാതെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഈ പറയുന്നതാണെങ്കിൽ പീഡിപ്പിക്കുന്ന സംഭവങ്ങളെ മാത്രമാണ് ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പം ഈ സ്ത്രീക്ക് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു കാര്യം വാദം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ആ സ്ത്രീയുടെ വാദം ജയിക്കുകയുള്ളൂ. തൻ്റെ വീട്ടിൽ ഈ പറയുന്നതാണെങ്കിൽ ജ്യൂസി വേഷം കലർത്തി അല്ലെങ്കിൽ മയക്കുമരുന്ന് കലർത്തിയൊക്കെ ഇങ്ങനെ തന്നെ പീഡിപ്പിച്ചു എന്നൊരു സംഭവം. ഇതിന്റെ ആത്യന്തികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്ന സമയത്ത്, പരിശോധിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. 4 ദിവസമൊക്കെ ഒരു യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം, ഇതുപോലുള്ള കാര്യങ്ങൾ നടന്നതിന് ശേഷം പിന്നെ പൈസ കൈവിട്ട് പോകുന്നു എന്ന് കണ്ട സമയത്തും, കുടുംബം തന്നെ തകരുന്നു എന്ന സമയത്തും പോലീസിലേക്ക് പരാതി നൽകുന്നു. ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുക സ്വാഭാവികമാണ്. ചില സ്ത്രീകൾ അങ്ങനെയാണ്. അത് നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റുന്ന കാര്യമില്ല. ഈ പറയുന്ന സ്ത്രീ പുരുഷ ബന്ധം എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ, അതിനാണ് നമ്മൾ ഈ പറയുന്ന ദാമ്പത്യത്തിലേക്ക് കിടക്കുന്നത്. അപ്പോൾ അതിൽ പലർക്കും ഈ പറയുന്ന ഒന്നുകിൽ അത് പകുതിയിൽ വെച്ച് അവസാനിപ്പിച്ച് ഡിവോഴ്സിലേക്ക് മറ്റും പോകുന്ന ദാമ്പത്തിക ബന്ധങ്ങൾ തകരുന്ന അവസ്ഥയിലേക്ക് പോകുന്ന സ്ത്രീ പുരുഷന്മാർക്കും പിന്നീട് ഈ പറയുന്ന മുന്നോട്ടുള്ള ജീവിതം എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ഈ പറയുന്ന സെക്സ് അല്ലെങ്കിൽ ലൈംഗികത എന്ന് പറയുന്നത് അവർക്ക് ആവശ്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ അവർ പിന്നീട് വിവാഹം കഴിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതല്ലെങ്കിൽ ഇതുപോലെ മറ്റേതെങ്കിലും റിലേഷൻസിലൂടെ അതൊന്ന് തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പോകുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എടുത്തു ചാടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൻ്റെ വരും വരായികകളെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള കരുത്തും കഴിവും കൂടി ഉണ്ടാകണം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പോക്രിത്തരങ്ങൾക്ക് ഇറങ്ങി തിരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മര്യാദ എന്ന് പറയുന്നത്. ഇറങ്ങി തിരിച്ചതിന് ശേഷം തനിക്ക് 15-16 വയസ്സുള്ള ഒരു മകനുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ ജീവിതം എന്ത്,
ഭാവി എന്ത്, താൻ ഈ എങ്ങനത്തെ ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും തിരിച്ചറിയാനുള്ള കഴിവ് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ഒരു യുവതിക്ക് അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് ഉണ്ടായില്ല എന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് നമുക്ക് താഴെ തട്ടിലോട്ടൊന്ന് പറഞ്ഞ് വിവരമില്ലാത്ത സ്ത്രീ എന്നോ അവരൊന്നും അറിഞ്ഞില്ല പാവമെന്നോ ഒന്ന് പറഞ്ഞ് നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഇന്ന് നടക്കുന്ന എല്ലാ തരത്തിലുള്ള പീഡനങ്ങൾക്കും പിന്നിൽ ഏറ്റവും മുഖ്യമായിട്ട് മുന്നോട്ട് വരുന്ന ഒരു വാചകമാണ് ഇൻസ്റ്റഗ്രാം ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പം അതിൻ്റെ വിപുലമായിട്ടുള്ള കാഴ്ചകളും വാർത്തകളും എല്ലാം കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും തന്നെയാണ് എല്ലാ കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന എത്രയോ വാർത്തകളുണ്ട് ഇതുപോലെ കുളിമുറിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹോസ്റ്റൽ റൂമുകളിൽ പോലും കൂട്ടുകാരികൾ പോലും ചില കൂട്ടുകാരികളുടെ കാമുകന്മാർക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഫോട്ടോസ് ലീക്കാക്കി കൊടുക്കുന്നത്, കുളിമുറിയിൽ അവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ക്യാമറ ഫിറ്റ് പലതരത്തിൽ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന എത്രയോ വാർത്തകൾ ഉള്ള സമയത്ത് ഒരു പരിചയമില്ലാത്ത ഒരാളെ 4 ദിവസം വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് ചെന്ന് ചാടിയിട്ട് പിന്നെ അത് കുരുക്കിലേക്കാവുന്ന സമയത്ത് അവൻ എന്നെ പീഡിപ്പിച്ചു, അതെൻ്റെ സമ്മതപ്രകാരമല്ലായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് കുറച്ചെങ്കിലും ഉളുപ്പ് വേണമെന്നൊരു സംഭവം മാത്രമേ അതിൽ പറയാനുള്ളൂ. അതിലപ്പുറത്തേക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ കുഞ്ഞിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് സ്വന്തം അമ്മയുടെ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണാനിടയാകുക എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് വല്ലാത്ത മാനസിക തകർച്ചയിലേക്കും അല്ലെങ്കിൽ അവൻ്റെ ഭാവി തന്നെ മറ്റൊരു തരത്തിലേക്ക് പോകുന്നതിനൊക്കെ വളരെയേറെ സാഹചര്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും മിക്ക മാധ്യമങ്ങളിലൂടെയും പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് ഇവൻ ഇതുപോലെ ഒരുപാട് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ സ്ത്രീകളെയാണ് ഇവൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സ്ത്രീകളെ ഇത്തരത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇവനിൽ നിന്ന് ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാം എന്ന് പറഞ്ഞ മാധ്യമങ്ങളുണ്ട്. അപ്പോൾ ഇവിടുന്ന് നിയമത്തിനെ വെല്ലുവിളിക്കുകയാണോ സത്യത്തിൽ ഈ പറയുന്ന മീഡിയ പോലും ചെയ്യുന്നതെന്ന് പറയുന്നത്? അത്തരത്തിലല്ലേ വഴിവെച്ച് കൊടുക്കല്ലേ അങ്ങനെ ഒരു വാർത്തയിലൂടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺക്ലൂഷനിലൂടെ അവരെത്തുന്നതെന്ന് പറയുന്നത്? ഇവനെ ഈ പറയുന്ന ആ കുഞ്ഞ് ഈ ഇത്തരത്തിലുള്ള വീഡിയോസ് അയച്ചു കൊടുക്കുന്ന സമയത്ത് പോക്സോ കേസാണ്. അതിലപ്പുറത്തേക്ക് ഒരുപാട് സ്ത്രീകളെ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ മുന്നോട്ട് നീക്കിക്കൊണ്ട് അവനെ കൃത്യമായിട്ട് അതിന് വിലങ്ങണിയിക്കുക എന്നൊരു സംഭവമാണ്. അതിലപ്പുറത്തേക്ക് പോക്സോ കേസ് വന്നു കഴിഞ്ഞാലും എത്ര പീഡനം വന്നു കഴിഞ്ഞാലും ഇവനൊക്കെ വീണ്ടും വെളിയിലിറങ്ങി നടക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞ് അതിലപ്പുറത്തേക്ക് ഇവൻ്റെ ഫോട്ടോ അടക്കം മാധ്യമങ്ങൾ തന്നെ പുറത്തേക്ക് വിടുന്ന സമയത്ത് ഇതെല്ലാം സ്ത്രീകൾ കണ്ണു തുറന്നല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം കണ്ണു തുറന്ന് കണ്ടുകൊണ്ടിരുന്നതിന് ശേഷം ഈ കുഴിയിലേക്ക് ചെന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ വിധി, വരുത്തി വെക്കുന്ന വിധി എന്നുള്ളത്. അതിനെ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടാത്മകരമായിട്ടൊന്നും അതിനെ വ്യാഖ്യാനിക്കുകയോ അല്ല പറയുകയോ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. അറിഞ്ഞുകൊണ്ട് കുഴിയിൽ ചാടാൻ നിൽക്കുന്നവരെ നമുക്ക് ആർക്കും നല്ലതൊന്നും പറഞ്ഞ് തിരുത്താൻ കഴിയുന്ന കാര്യമില്ല. അവർ കുഴിയിൽ വീഴുക തന്നെ ചെയ്യും. ആ കുഴിയിൽ വീണ് കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ ആഴങ്ങളും അറിഞ്ഞിട്ട് എല്ലാ കാര്യത്തിലുള്ള വശങ്ങളും അറിഞ്ഞ് കയ്യും കാലും അടിച്ച് ശ്വാസം കിട്ടാതെ പിടഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒന്ന് രക്ഷപ്പെടും. അതല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മാനക്കേട് അല്ലെങ്കിൽ ഭയം, കുടുംബം തകർത്തതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഒന്നിൽ ഒരു സൂയിസൈഡിലേക്ക് പോകും, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭ്രാന്താത്മകമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും. ഇതൊക്കെ തന്നെയായിരിക്കും ഒരു സ്ത്രീയെ സംബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ പറയുന്ന ഭർത്താവും ഭാര്യയും ആയിട്ട് കഴിയുന്ന ബന്ധങ്ങളിൽ പോലും സ്ത്രീകളുടെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള പുരുഷന്മാർക്ക് ചേക്കേറാൻ കഴിയുന്നത് എന്തുകൊണ്ട്, അതല്ലെങ്കിൽ പിരിഞ്ഞു നിൽക്കുന്ന സ്ത്രീകളെ ഇത്തരത്തിൽ വശീകരിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് 2 സൈഡ്സ് ആണുള്ളത്. മോറൽ സൈഡ് ഉണ്ട്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബന്ധം ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരാണെങ്കിൽ മറ്റൊരു ജീവിതത്തിലേക്ക് കൃത്യമായിട്ടൊരു ഇണയെ കണ്ടെത്തി ആ ജീവിതത്തിലേക്ക് മുന്നോട്ട് നിയമപരമായിട്ട് കൊണ്ടുപോകുക എന്നൊരു സംഭവമാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൂടെ. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന കണക്ക് വിവാഹബന്ധം തുടർന്നു കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ, അതിനെയാണ് നമ്മൾ വഞ്ചന അല്ലെങ്കിൽ അവിഹിതം എന്നൊക്കെ പറയുന്നത്. അത്തരത്തിൽ എന്തുകൊണ്ട് സ്ത്രീകൾ ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് ചേക്കേറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ചില കാരണങ്ങളുണ്ട്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്കറിയുന്ന കാര്യമാണ്, നമ്മൾ എപ്പോഴും കേൾക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന പുതുമോടി മാറിക്കഴിഞ്ഞാൽ എല്ലാം മാറിയെന്നൊരു സംഭവമുണ്ട്. മധുവിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതായത് പ്രണയിച്ച് കല്യാണം കഴിക്കുന്നവരാണെങ്കിലും അതല്ലെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ആദ്യ നാളുകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഭയങ്കര സ്നേഹം, ഭയങ്കര പരിചരണം, കെയറിങ്, അഫെക്ഷൻ, ഇങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോവുകയും ഒരു കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന് മുന്നേ വരെ കൊടുത്തിരുന്ന ഒരു രീതിയല്ല പുരുഷന്മാരിൽ നിന്ന് ഭൂരിഭാഗവും കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് സ്ത്രീകൾക്കെന്ന് പറയുന്നത്. അതിൻ്റെ കാരണങ്ങളും ഉണ്ട് അതിൻ്റെ മറുവശത്തെന്ന് പറയുന്നത്. കാരണം ഒരു കുടുംബത്തിൻ്റെ എപ്പോഴും ഒരു കുടുംബം മുന്നോട്ട് പോകുന്നത് സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ജോലി ചെയ്തുകൊണ്ടായിരിക്കത്തില്ല. പല കുടുംബങ്ങളിലും പുരുഷന്മാരെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീ എന്ന് പറയുന്നത് അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന അവസ്ഥയിലേക്ക് പോകും. അല്ലെങ്കിൽ അവർ അവരുടേതായിട്ടുള്ള മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ അത്
കണ്ടെത്താനോ അതിനെ വലുതാക്കാനോ അവരുടേതായിട്ടുള്ള രോഗം കെട്ടിച്ചമയ്ക്കാനോ ഉണ്ടാക്കിയെടുക്കാനോ അവർ ശ്രമിക്കുന്നില്ല. അവരിതിൽ തന്നെ ഒതുങ്ങിക്കൂടുക എന്ന് പറയുന്നത് അവരുടെ നെഗറ്റീവായിട്ടുള്ള വശമാണ്. അപ്പം ഇങ്ങനെ കഴിയുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതിന് മുന്നേ എങ്ങനെയായിരുന്നു എൻ്റെ ഭർത്താവ് രാവിലെ നമ്മൾ രണ്ടിടത്തായിരുന്ന സമയത്ത് രാവിലെ എന്നും ഗുഡ് മോർണിംഗ് അയക്കുമായിരുന്നു, കഴിച്ചോ എന്ന് ചോദിക്കുമായിരുന്നു. ഇന്ന് ഒന്നിച്ചൊരു വീട്ടിലാവുന്ന സമയത്ത് ഇതിന് മുന്നേ ചോദിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും ഞാൻ കഴിച്ചോ എന്ന് പോലും ചോദിക്കുന്നില്ല. അതിലപ്പുറത്തേക്ക് അദ്ദേഹം കഴിക്കുന്ന സമയത്ത് നീ വന്നിരിക്കൂ എന്ന് പോലും പറയുന്നില്ല. അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് എന്നോടൊന്ന് നീ കഴിച്ചോ, ഞാൻ ഫുഡ് കഴിക്കുവാണ് എന്ന് പറയുന്നില്ല. വൈകുന്നേരം വന്നതിന് ശേഷം അല്ലെങ്കിൽ രാത്രി സമയത്ത് പോലും സംസാരിക്കാൻ പോലും സമയമില്ല. ഏത് സമയം ഓഫീസ് വർക്ക്, അതല്ലെന്നുണ്ടെങ്കിൽ ഫോണിൽ കുത്തി എവിടെയെങ്കിലും പോയിരിക്കുന്നു കൂട്ടുകാരുമായിട്ട്. ഇങ്ങനെ കുറേ പരാതികൾ പറയുന്ന സ്ത്രീകളുണ്ട്. ഇത് സർവ്വസാർവത്രികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം സ്വാഭാവികമായിട്ടും അപ്പോഴും ഒറ്റപ്പെടുക എന്നൊരു മാനസികാവസ്ഥയിലേക്ക് അവർ സ്വയം ഒതുങ്ങിക്കൂടാൻ ചാൻസ് കൂടുതലാണ്. ഈ സമയത്ത് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയാസിലൂടെ നമ്മൾ കാരണം അവരൊരു ഈ പറയുന്നില്ലേ ലോൺലെസ് എന്നൊക്കെ പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഏകാന്തത, അത് ഭയങ്കരമായിട്ട് ഒരുപക്ഷെ വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മാറ്റിമറിക്കാൻ വേണ്ടി പല സ്ത്രീകളും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലെ വീഡിയോസോ ഇങ്ങനത്തുള്ള കാര്യങ്ങളോ കാണാൻ അങ്ങനെ സമയം പോക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ വരുന്ന സമയത്ത് പുതിയ ഫ്രണ്ട്സിലേക്ക് പോകുന്നത്, എന്തായാലും ഫ്രണ്ട് ആപ്പിലേക്ക് പോകാതിരിക്കുക, അതിലപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഇങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടുന്നു. ആ ഫ്രണ്ട്സിൽ മേ ബി ചിലപ്പം സ്ത്രീകൾ ഒരിക്കലും സ്ത്രീ ഫ്രണ്ട്ഷിപ്പ് ഈ പറയുന്ന ഈ ആപ്പുകളിലൂടെയൊന്നും അധികം ഭയങ്കര ബോണ്ടിങ് ആയിട്ട് പോവാറില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാറുമില്ല. പക്ഷേ ഓപ്പോസിറ്റ് ജെൻഡേഴ്സ് തമ്മിൽ, അത് നേരത്തെ പറഞ്ഞ ആ അട്രാക്ഷൻ കാരണം നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. നമ്മൾക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഫ്രണ്ട്സിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നവരൊന്നും അത്ര നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കില്ല എല്ലാ ആൾക്കാരും ചെയ്യുന്നതെന്ന് പറയുന്നത്. നല്ല ഉദ്ദേശത്തോടെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം ദുരുദ്ദേശവുമായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു സ്ത്രീയുടെ കാര്യങ്ങളല്ല അവരെ ഈ പറയുന്ന ഫോട്ടോസോ ബാക്കി കാര്യങ്ങളോ ഒക്കെ മനസ്സിലാക്കി, അല്ലെങ്കിൽ അവരെ ഈ പറയുന്ന ഏതൊക്കെ ടൈമിലാണ് ഇതിൽ വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഓൺലൈനിൽ കാണുന്ന പെൺകുട്ടികൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഉറപ്പായിട്ടും അവർ തന്നെ അസ്യൂം ചെയ്യും ഭർത്താവുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഈ ഓൺലൈനിൽ ഇത്രയും സമയം ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത്. അവർക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചിലപ്പോൾ പഠിക്കുവാണോ, അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നോട്ട്സ് എടുക്കാനുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ഇതൊന്നും അവർ ചിന്തിക്കത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കഴിയുന്ന സ്ത്രീകളുണ്ട്. അവരിലേക്ക് ആദ്യം ഒരു മെസ്സേജ് അയച്ചു തുടങ്ങുന്നു, അതിനുശേഷം ആ ബന്ധം ഇങ്ങനെ വളർത്തിയെടുക്കുന്നു. പിന്നീട് അവർ ചിന്തിക്കുന്നത്, ആ സ്ത്രീകൾ ചിന്തിക്കുന്നത്, എൻ്റെ ഭർത്താവ് തൊട്ടടുത്തുണ്ടായിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കുന്നില്ല, എനിക്കൊരു ഇപ്പം 2 ദിവസം മെസ്സേജ് അയക്കാതിരിക്കുന്ന സമയത്ത് എന്താണ് നിങ്ങളെ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് പനിയായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അയ്യോ ആശുപത്രി പോയോ, നിങ്ങൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഭയങ്കര അക്ഷനോടുകൂടി അയക്കുന്ന സമയത്ത് ഇയാൾ കൊള്ളാലോ, അവിടെ പൂവിട്ട് തുടങ്ങുകയാണ് ആ ബന്ധങ്ങളുടെ ഒരു വളർച്ച എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് മറ്റ് പല കാര്യങ്ങളിലേക്കും പോയി മറിയുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ ഇങ്ങനെ ചെന്ന് ചാടുന്നതിൽ, ഈ വിവാഹബന്ധം തുടർന്നു കൊണ്ടുപോകുന്ന സ്ത്രീകളിൽ, നിലനിൽക്കുന്ന സ്ത്രീകളിൽ, ഡൈവോഴ്സോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും അല്ലാതെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെന്ന് ചാടുന്നതിൽ ഒരു 30% ഭർത്താവിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് സത്യത്തിൽ പറയേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പരിഗണനയുടെ 1% നമ്മുടെ കുഞ്ഞിൻ്റെ അമ്മയോട് അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയോട് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് അവരോടൊന്ന് സംസാരിക്കാൻ തയ്യാറാകും. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ തുണി കഴുകി തരുന്നു, നമ്മുടെ ഈ പറയുന്ന പാത്രം കഴുകി തരുന്നു, ആഹാരം കഴിക്കുന്ന പാത്രം അടക്കം കഴുകി തരുന്നു, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു. അറ്റ്ലീസ്റ്റ് നമ്മൾ ചില ആൾക്കാരെയൊക്കെ നമ്മൾ കാണാൻ പറ്റും, പട്ടിക്കുട്ടിയോടൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ വെളിയിലുള്ള സ്ത്രീകൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അതിനെ അയ്യോ പാവം, വാർത്ത കാണുന്ന സമയത്ത് അയ്യോ പാവം സ്ത്രീ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ വീട്ടിലും അതുപോലൊരു സ്ത്രീ ഉണ്ടെന്ന് മനസ്സിലാക്കാതെ പോകുന്ന ഒരുപാട് പുരുഷന്മാർ നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിലപ്പുറത്തേക്ക് ഭർത്താവിനെ മനസ്സിലാക്കി സ്നേഹിക്കുക എന്നുള്ളത് മറ്റൊരു വശം, അത് രണ്ടാമത്തെ വശമാണ്. ഈ കുടുംബം മൊത്തം കൊണ്ടുപോകുന്നതിൻ്റെ പ്രാരാബ്ദം മൊത്തം അദ്ദേഹത്തിൻ്റെ ചുമലിലാണ്. അദ്ദേഹത്തിന് എത്രമാത്രം കടമുണ്ട്, അദ്ദേഹത്തിന് എത്രമാത്രം പ്രശ്നമുണ്ട്, ഇത് അങ്ങോട്ട് ചെന്ന് ചോദിച്ചറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതിനെയാണ് നമുക്ക് ഈ പറയുന്ന കണക്ക് എന്ന് പറയുന്നത് അവരുടെ കൂടെ നിൽക്കുക എന്നൊരു സംഭവം. എന്ത് കാര്യം നമ്മൾ പറയത്തില്ല, ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കിടക്കുന്ന സമയത്ത് പുരുഷൻ്റെ നല്ലതിലും ചീത്തയിലും സ്ത്രീയുടെയും എല്ലാത്തിലും പങ്കാളിയാകുക എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ആയിട്ടുള്ള നല്ലൊരു വശമാണ്. അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ജീവിതത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മുടെ ഭർത്താവ് എന്തെങ്കിലും മൂടോട്ടായിട്ടിരിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം നമ്മുടെ കൂടുതലായിട്ട് സംസാരിക്കാതെ മാറിപ്പോകുന്നുണ്ടെങ്കിൽ അതിനൊന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് നമ്മൾ സ്ത്രീകളുടെ ഏറ്റവും വലിയ ചുമതലയാണ്. അത് കുറേ വട്ടവും ചെയ്തിട്ടും അത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ വഴിക്ക് വിടുക. കാരണം ആ ഒരു സ്ഥാനം നമുക്ക് തരാൻ അവർക്ക് താല്പര്യമില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇനി ഇതേ സംഭവം തന്നെയാണ് പുരുഷന്മാരിലേക്ക് പോകുന്ന സമയത്ത് സ്ത്രീകളിലേക്ക്. പക്ഷെ അവിടെ ഇങ്ങനെ സംഭവിക്കാത്തതിൻ്റെ കാരണം കുറച്ച് മാത്രമേ നടക്കുന്നുള്ളൂ. ഈ പുരുഷന്മാർ കല്യാണം കഴിഞ്ഞ പുരുഷന്മാരിലേക്ക് മറ്റ് സ്ത്രീകളും ഈ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും
ചെന്ന് അവസാനിക്കുന്നത് അവരവരുടെ ഭാര്യമാരെ ഉപേക്ഷിച്ചിട്ട് ആ ബന്ധത്തിലേക്ക് പോവുക എന്നൊരു സംഭവത്തിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ പകുതിയിലധികം പുരുഷന്മാരും ഇത് ഭാര്യയിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് അത് വെറും ഒരു സൈഡിലെ ഹോബി ആയിട്ട് കണക്കാക്കുകയും എന്നാൽ ഭാര്യ തൻ്റെ ഏറ്റവും വലിയ പങ്കാളിയായിട്ട് മനസ്സിൽ കുടിയിരുത്തുക, ഇതാണ് അതിൻ്റെ വലിയൊരു സൈഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ കൊണ്ടുപോവുകയും ചെയ്യുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അപ്പം ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുതകൾ എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമുക്കൊരു കുഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ അതാണോ പെണ്ണോ ആവട്ടെ, ഒന്നോ രണ്ടോ ആവട്ടെ, ആ കുഞ്ഞുങ്ങളോട് മര്യാദ കാണിക്കുക എന്നൊരു സംഭവമുണ്ട്. നമ്മൾ ജന്മം കൊടുത്തതാണ്, നമ്മളെ കാരണം അവർക്കൊരു അപമാനക്കേട് ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് ഏതൊരു അമ്മയ്ക്കും അച്ഛനും അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണ്. അത് നിറവേറ്റി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് ചാടാൻ ഒരു സ്ത്രീക്കും പുരുഷനും തോന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്ത്രീ പുരുഷ ബന്ധങ്ങൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. എന്ത് കാര്യങ്ങളെയും പരസ്പരം തുറന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ് തമ്മിൽ ഉണ്ടായിരിക്കണം. ആ സ്പേസ് എവിടെ നഷ്ടപ്പെടുന്നോ, എപ്പോഴാണ് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാകുന്നത്, അപ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭാര്യ ഏറ്റവും നല്ലൊരു സുഹൃത്തായി, ഭർത്താവിനെ ഏറ്റവും നല്ലൊരു സുഹൃത്തായി കാണുന്ന സമയത്ത് നമുക്ക് പുറത്തിറങ്ങിയിട്ട് നല്ലൊരു പയ്യനെ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കണ്ടു ആ പയ്യനെ കാണാൻ എന്ത് നല്ല ഭംഗി എന്ന് പറയാനൊരു ഫ്രീഡം ആ ഭർത്താവിൻ്റെ അടുത്തൊരു ഭാര്യയ്ക്ക് ഉണ്ടാകുക. തിരിച്ച് ഭർത്താവിന് ആ പെങ്കൊച്ചിനെ കാണാൻ കൊള്ളാം ഇല്ലേ എന്ന് പറയാനുള്ള ഒരു ഫ്രീഡം നല്ല വശത്തോടു കൂടി ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു തരത്തിലും ബന്ധങ്ങളിൽ ഒരു വിള്ളൽ ഉണ്ടാവില്ല. അതിലപ്പുറത്തേക്ക് അവർക്ക് മറ്റൊരു ബന്ധങ്ങളിലേക്ക് ഭാര്യയ്ക്കായാലും ഭർത്താവിനായാലും പോകാൻ തോന്നിക്കഴിഞ്ഞാൽ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് സംസാരിക്കുക, എനിക്ക് ഈ ബന്ധത്തിന് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിന് മുൻകൈ എടുക്കുക. അതല്ല ഇതാണ് ശരിയെന്ന് തോന്നുമെങ്കിൽ അത്രയും സ്നേഹത്തോടെ ആ ബന്ധത്തിന് അത്രയും വില കൽപ്പിച്ചുകൊണ്ട് അത് അവിടെ വെച്ച് അവസാനിപ്പിച്ച് തൻ്റെ പങ്കാളിയുടെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കുക. ഇതേ നിവൃത്തിയുള്ളൂ. അതിലപ്പുറത്തേക്ക് പക വീട്ടാൻ കൊല്ലുക, കൊലവിളിക്കുക, ആസിഡ് ഒഴിക്കുക, ഇതൊന്നും നല്ല വശങ്ങളായിട്ട് ഞാൻ കാണുന്ന കാര്യങ്ങളല്ല. അപ്പം ഇതുപോലെ കുറേ സൈഡുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വാർത്ത കേട്ട സമയത്ത് സ്വാഭാവികമായിട്ടും ആ സ്ത്രീ ചെയ്തത് നല്ലൊരു പ്രവൃത്തിയാണെന്നോ ആ സ്ത്രീ നീതി അർഹിക്കുന്നെന്നോ എനിക്ക് തോന്നിയൊരു കാര്യമില്ല.